ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെജിറ്റേറിയൻ ഹോട്ടലിലെല്ലാം പോകുമ്പോൾ ദോശയുടെയും ഇഡ്ഡലിയുടെയും മസാല ദോശയുടെയും കൂടെ കഴിക്കാൻ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ രുചികരമായിട്ടുള്ള ആ കട്ടിയായിട്ടുള്ള തക്കാളി ചട്നി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. എരിവിനായിട്ട് 4 വറ്റൽമുളക് ചേർത്തുകൊണ്ട് സാധാ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് എരിവ് അധികം ഇല്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി എരിവ് തീരെ വേണ്ട എന്നുള്ളവരാണെങ്കിൽ കാശ്മീരി വറ്റൽമുളകും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 5 വെളുത്തുള്ളി അല്ലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ അല്ലി ആയതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ചുവന്നുള്ളിയാണ് വേണ്ടത്. 12 മുതൽ 15 ചുവന്നുള്ളി വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള തീരെ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് കൊച്ചുള്ളി തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഇനി ചട്നിയിലേക്ക് ഉപ്പ് ചേർത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി, പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി ആ എണ്ണയിൽ തന്നെ കിടന്ന് വഴന്ന് നന്നായിട്ട് വെന്ത് ഉടച്ച് നമ്മൾ എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ അമർത്താൻ ആരും മറന്നു പോയില്ലല്ലോ. എന്നാൽ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഇതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോഴാണ് നമുക്ക് ആ ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് അധിക സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഞാൻ ചേർത്ത ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പും കൂടെ, ഒരു നുള്ളുപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളിയും ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ. ഇത് ചേർത്ത് കൊടുത്തത് എന്തിനാണെന്നറിയോ? ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ചുമന്നൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളകും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റിയെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കളയാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്ത ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തണുത്ത് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് നന്നായിട്ട് തണുത്ത് കിട്ടും. ഇപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നറിയോ? ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തീരെ വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. നല്ല കട്ടിക്ക് വേണം ഇത് അരച്ചെടുക്കാൻ. ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഇത് എടുക്കാൻ. ഇനി കടുക് വറുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ചെറിയ ജീരകവും 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക രുചി വരുന്നത്. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം നമ്മൾ ആ ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചട്നിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ഇനി നന്നായിട്ട് ആ എണ്ണയിലിട്ടിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ ആ ഹോട്ടലുകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള
തക്കാളി ചട്നി നമുക്കിവിടെ കിട്ടും. എ ടു ബിയിലും അതുപോലെ ശരവണ ഭവൻ ഹോട്ടലുകളിലും അതുപോലെ തന്നെ ആര്യാസ് ഹോട്ടലിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ള തക്കാളി ചട്നി ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ദോശയും ഇഡ്ഡലിയും എല്ലാം ആകുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്കിതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.